നട്ടുച്ചപ്രാന്തെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞങ്ങളിത് അതാണ് ചെയ്യാൻ പോണത്. അപ്പം ഞങ്ങളൊരു സ്ഥലത്ത് പോവുകയാണ്. നിങ്ങൾക്ക് വഴിയെ വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മളിന്ന് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കാൻ പോവുകയാണ്. എന്തിന്? വെറുതെ ഇരിക്കല്ലേ, താഷ്കണ്ട് പോയിട്ട് വിചാരിച്ച്. അപ്പം ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതൊരു വ്ളോഗായിട്ട് വരും. പറഞ്ഞില്ലേ നട്ടുച്ചപ്രാന്ത്, അത് കാണിച്ചു തരാം. നട്ടുച്ചപ്രാന്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. കണ്ടില്ലേ, രാവിലെ ഉറങ്ങി എണീറ്റ് കുറച്ച് ഫോൺ കോളൊക്കെ ചെയ്തതിന് ശേഷമുള്ള ഞങ്ങളുടെ ഒരു അവസ്ഥയാണിത്. കുടുംബക്കാരുടെ ഒരു സ്നേഹം. നമ്മൾ പോയി വെറുതെ പോയി നോക്കി. അപ്പം ഇന്നത്തേക്കും നാളത്തേക്കും ഒന്നും ടിക്കറ്റ് ഇല്ല. ഇവിടെ നിന്ന് എല്ലാം ഫില്ലായിട്ടാണ് അപ്പോൾ പോണത്. ഇനി അവർ നമുക്ക് തരാത്തതാണോ എന്ന് അറിഞ്ഞൂടാ. നമ്മുടെ അടുത്ത് എന്തായാലും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ട്രെയിനിൽ പോകാൻ പറ്റില്ല. സഹൃദയരായ നാട്ടുകാരി, എൻ്റെ പ്രിയ കൂട്ടുകാരി, ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് ടാക്സിയിൽ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡ്രൈവർ. ഹലോ, യെസ്, ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഡ്രൈവർ. ഇത് ഇരിക്കുന്ന മുത്തു. ഇതോ കണ്ടോ സൂര്യൻ അസ്തമിക്കുന്നത്. ഇനി എന്തൊക്കെ കാണണോ. ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അയച്ച ലിങ്ക് ക്ലിക്ക് ചെയ്തതാണ്. അതെ, അപ്പം ഞങ്ങൾ ഈ വീഡിയോയിൽ ഒരു പങ്കുമില്ല. ഞാൻ രാവിലെ ഒന്ന് തീ കൊടുത്ത് വിട്ടെന്നേ ഉള്ളൂ. പിന്നെ നടന്നൊരു ചരിത്രമാണ്. അതെ, അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ ഉർഗഞ്ചിലാണുള്ളത്. അപ്പോൾ ഉർഗഞ്ചിൽ നിന്ന് ഞങ്ങൾ താഷ്കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ഞങ്ങളുടെ ഭാര്യയും മോളും. ഇനി രണ്ട് കുട്ടികളും കൂടെ ഉണ്ട്. ഞങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 12 മണിക്കൂർ കൊണ്ട് ഞങ്ങളെ കൊണ്ടെത്തിച്ച്. ഞങ്ങൾ അവിടെ നിന്ന് കയറിയപ്പം 6 മണി ഒക്കെ ആയി. അവിടെ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ ആങ്കിൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കൂട്ടിരിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നന്നായിട്ട് 2 പ്രാവശ്യം ഉറങ്ങി. അതുകൊണ്ട് തന്നെ ബോധമില്ലായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് വരുന്നില്ല. ഇത് രാത്രിയില്ലേ എന്തോ ഇല്ല, ഫുൾ ഇരുട്ടായിരുന്നു. അല്ല സ്ട്രീറ്റ് ആണെങ്കിലും അങ്ങനെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതായത് നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? വീട്ടിൽ പോകാൻ. യെസ്, നമ്മൾ വീട്ടിൽ പോവുകയാണ്. ഒക്സാലിൽ പോയി നിന്ന് തിരികെ ഞാൻ വരുമെന്ന് പാടിയപ്പോഴേ വിചാരിച്ച്. ഞങ്ങളെ സത്യം പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ കാണാൻ വലിയ താല്പര്യമൊന്നും ആർക്കും കാണൂല. കാരണം 4 മാസം മുന്നേ ഞങ്ങൾ കണ്ടുള്ളൂ. നിങ്ങൾക്കിതിനെ പലതരത്തിൽ ഓമന പേരിട്ട് വിളിക്കുക ഈ പിള്ളേർക്ക് ആണെന്ന്. പക്ഷെ പ്രശ്നമില്ല. ഇന്നലെ തോന്നിയൊരു ആഗ്രഹമാണ് നമ്മളത് നടത്തുന്നത്. ഇപ്പോഴും തോന്നുന്നില്ല. അപ്പം നമുക്ക് ചിലപ്പോൾ അത് ചെയ്ത് നമ്മൾ ഹാപ്പി ആയിരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കഴിഞ്ഞ് സങ്കടമായിട്ടിരിക്കും. അങ്ങനെ ആണല്ലോ. എല്ലാവർക്കും സർപ്രൈസ് ആണ്. വീട്ടുകാരെല്ലാം ഞെട്ടിപ്പോയി വരണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മക്കളായി പോയില്ലേ, ഒന്നും പറയാൻ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ തല്ലുമായിരിക്കും. ഇനിയിപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് വീട്ടിൽ വരണമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടായിരിക്കും ഒന്നും പറഞ്ഞില്ല. എന്നാലും വിളിക്കുമ്പോൾ ഒരു മ്ലാനതയുണ്ട്. ശരിയല്ലേ, വലിയ മ്ലാനതയൊന്നുമില്ല. ഇതേ ഇരിപ്പായിരുന്നു ഇന്ന് രാവിലെ അല്ലല്ലോ, ഇന്നലെ രാവിലെ വീട്ടിലെടുത്ത് വെച്ച് വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് ഇരുന്നങ്ങ് കരഞ്ഞ് വേളച്ച്. അത് ഒരുത്തം വന്ന് അനാവശ്യമായിട്ട് ഫോൺ എടുത്ത് അവനെ കണ്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രം അവിടെ ഇല്ല എന്നൊരു ഫീലായി. ഞാൻ മര്യാദയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇവളൊന്ന് കരയണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി 3 ദിവസം ഇവിടെ മരണ വീടായിരിക്കും. ഇവള് എൻ്റെ ഉള്ള സമാധാനം കൂടെ കളയും. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് പിന്നെ റിച്ച് ആണല്ലോ. ഫ്ലൈറ്റ് എടുക്കുന്നു, പറക്കുന്നു, ഇറങ്ങുന്നു, ഫ്ലൈറ്റ് എടുക്കുന്നു, പറക്കുന്നു, ഇറങ്ങുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, എടുത്തു. ആദ്യം ക്ലാസ് കിട്ടിയില്ലല്ലേ? ഇല്ല, അത് എടുക്കേണ്ട ഭാഗ്യം കിട്ടിയില്ല. കാരണം ടിക്കറ്റ് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെയല്ലേ. പിന്നെ ഈ പോകുന്നതിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ ചിന്തിക്കും ഈ വീഡിയോ ആരും കാണുന്നില്ല, പിന്നെ ഈ പിള്ളേർ എന്തിനാണ് ഇടുന്നത്? പക്ഷെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഒരാൾക്ക് വേണ്ടിയാണെങ്കിലും ഫോണിലെ സ്റ്റോറേജ് കളഞ്ഞ് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. അതാണ്
പിന്നെ നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പം ഞങ്ങളുടെ ഒരു റിവ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് റിവ്യൂ ഇല്ല, ഇന്ന് ഞങ്ങളുടെ ഒരു സീനിയർ ഉണ്ട്, ഭാരതി, പറഞ്ഞായിരുന്നല്ല, നല്ല നല്ല അഭിപ്രായമായിരുന്നു പുള്ളിക്കാരി പറഞ്ഞു. നല്ല രസമുണ്ട്. ക്രെഡിറ്റ് ഗോസ് ടു യു. എനിവേ നമ്മൾ പറഞ്ഞതിന് മുന്നേ അവളെ കണ്ടായിരുന്നു, അപ്പം നല്ലൊരു റിവ്യൂ കിട്ടി, പുള്ളിക്കാരുടെ നല്ലൊരു ബ്ലെസ്സിങ് കിട്ടി. അപ്പം ഞങ്ങൾ ആ ഒരു പോസിറ്റീവ് വൈബിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. നമ്മൾ വന്ന ടാക്സിയിൽ അങ്കിളാണെങ്കിൽ നല്ലൊരു അങ്കിളായിരുന്നു. നമുക്ക് ഫസ്റ്റ് ശരിക്കും പറഞ്ഞ പേടിയുണ്ടായിരുന്നു. ഇടയ്ക്ക് സബ് റോഡ് എന്തോ കയറിയപ്പോൾ ചെറുതായിട്ടൊന്ന് എനിക്കല്ല ഇവക്ക് എന്റെ പൊന്നെ അവിടെ ഇരുന്നോണ്ട് നമ്മളിത് എവിടെ പോണേ ഇല്ല, അത് ആരായാലും പേടിക്കില്ല. രാത്രിയാണ്, നമ്മൾ ടാറ് പോലും ഇടാത്ത റോഡിൽ കൂടെയൊക്കെ വേറെ പിന്നെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ തട്ടിക്കൊണ്ടുവേണ്ട മാഫി ആയിരിക്കും ഫ്രണ്ടിൽ നിന്ന് പോകണേ എന്നൊക്കെ ഞാൻ പല കഥയും ഞാൻ ചിന്തിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു ആ വീട്ടിൽ വോയിസ് ഇട്ടിട്ടിരിക്കാം എന്നൊക്കെ വിചാരിച്ച് കുഴപ്പമില്ല, നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു അതിന് മുമ്പേ അങ്കിളുടെ ഭാര്യയും മക്കളെയൊക്കെ കാണിച്ചെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് പുള്ളിക്ക് ആഗ്രഹങ്ങളുള്ള കുടുംബത്തോടെ ജീവിക്കുന്നത്, അപ്പം എന്തായാലും അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ സ്വയം ഞാൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് അമ്മയ്ക്ക് എല്ലാം കഴിഞ്ഞ റോഡെത്തിയപ്പോൾ ഞാൻ വോയിസ് ഇട്ടപ്പോൾ ഈശ്വര ഭഗവാനെ എന്നെ കാത്തുകൊള്ളണേ. അപ്പം അമ്മ പറഞ്ഞു പപ്പയെ പോലത്തെ ഒരാളാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നത് വേണ്ടാത്തതൊന്നും പപ്പയെ ഓടിക്കുന്നുണ്ട്, പപ്പയെ വിശ്വസിച്ച് വണ്ടിയിൽ കുറേ കയറുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ചാൽ ഓക്കെ കുഴപ്പമില്ല. ഇത് മാനസികമായിട്ടുള്ള രോഗമായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത്. എനിക്ക് മനസ്സിലാവും. നിങ്ങളും ചില സമയത്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഞാനും ചിന്തിക്കും. പിന്നെ എന്നെ പോലെ ചിന്തിക്കുന്ന ഞാൻ മാത്രമേ കാണുള്ളൂ. ഞാൻ കുറച്ച് വൈൽഡായിട്ട് ചിന്തിച്ചു. എനിവേ പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം ഒരു പോസിറ്റീവ് ഒരു നമ്മൾ രണ്ട് സൈഡും ചിന്തിക്കണം. പക്ഷെ എന്നാലും ആ സമയത്ത് അങ്ങനെ ഒരു ഇത് തോന്നിയില്ല, ഒരു പേടിയും തോന്നിയില്ല. എന്തായാലും സേഫായിട്ട് കൊണ്ടെത്തിച്ചു. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോഴേ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഇതേപോലെ ഇത്ര മണിക്കാണ് ഫ്ലൈറ്റ്, ഞങ്ങൾ ഓൾറെഡി ലേറ്റാണ്, ഞങ്ങൾ ഇത്ര മണിക്ക് കൊണ്ടെത്തിക്കണം. ആഹാരം പോലും കഴിച്ചില്ല. ഇപ്പോൾ പറഞ്ഞ വഴിയിലല്ല ഞങ്ങൾ കഴിക്കുമ്പം ഓരോരോ ബിസ്ക്കറ്റ് അങ്കിളിന് കൊടുത്ത് അത് തന്നെ കുറഞ്ഞല്ലേ. അതും നമ്മളെടുത്തതും കുറവായിരുന്നു. അത് അതിലും വലിയ കോമഡി. നിങ്ങൾ ചിന്തിക്കും ഈ പിള്ളേരെന്തിനാണ് ഇത്ര ഇരുന്ന് പറയുന്നതെന്ന്. നോക്കൂ, ഇവിടെ ആരുമില്ല, നമ്മൾ ആരോട് സംസാരിക്കും? നിങ്ങളടുത്തല്ല ആരുടെ അടുത്ത് സംസാരിക്കും. ഇതിൽ കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യും, ഇടേണ്ടതിടും, അങ്ങനെയൊക്കെ. അതൊക്കെ നീ പറയാതെ അവർക്ക് അറിഞ്ഞൂടല്ലോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു. എനിവേ സൺകിസ്ഡ് ഫോട്ടോസ് കാണിച്ചുതരാം. നമ്മൾ പോവേണ്ട ഫ്ലൈറ്റ് ഇതാണ്. അയ്യോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞങ്ങളെ ഈ വീഡിയോ കാണുന്ന ആർക്കും ഞങ്ങളെ കാണാൻ പറ്റില്ല. പിന്നെ മൊബൈൽ ആരെങ്കിലും കാണാനൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. റോഡ് സൈഡിലേക്ക് തലക്കുത്തനല്ലേ പറയണം, പിന്നെ ഞാൻ തലക്കുത്തനാക്കാം. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറി. എൻ്റെ അടുത്തൊരാളുണ്ട്, ആൾ ഉറങ്ങി, കയറിയപ്പോഴേ ഉറങ്ങി. എന്നെ പേടിച്ച് കണ്ടപ്പോഴേ. നേരത്തെ മുഖം ഉണ്ടായിരുന്നു, ഇപ്പം മുഖം പോയി. മലയാളിയായിട്ടാണോ ദൈവത്തിനറിയാം. ഫോക്കസ് ഓൺ മുത്തു. അതിൻ്റെ മുത്തുവിൻ്റെ അടുത്തിരിക്കുന്ന ആൾ കുട്ടി. ആ കുട്ടി ഉറങ്ങി, വന്നപ്പോഴേ ഉറങ്ങി. ആരാ എന്താ നേരത്തെ ഇരുന്നു ഉറങ്ങിക്കൊണ്ടാണ് ഇരുന്നു. ഈ വണ്ടി ഇവിടെ കൊണ്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി. ഇനി ഇവിടെ നിന്ന് നേരെ ഓക്കെ അടുത്തവൻ്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് മുത്ത്. സ്വന്തം ഫോണിലുള്ള സിനിമയൊന്നും കാണാൻ. ഓ ഈ അടുത്തവൻ്റെ ഫോണിലൊന്ന് വാരിച്ച് കണ്ടില്ലെങ്കിൽ പറ്റില്ല. നേരത്തെ പറഞ്ഞ മലയാളി പയ്യനാണിത്. വെയിലിട്ട് കുറച്ച് ഒന്ന് കാണീര് മലപ്പുറം. ഞങ്ങൾ ഇറങ്ങാൻ നേരമായപ്പോഴാണ് കണ്ടത്. ബാക്കി വിശേഷം ഇറങ്ങിയിട്ട് പറഞ്ഞുതരാം. നമ്മളങ്ങനെ മുംബൈയിലെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അടുത്ത ഡൊമസ്റ്റിക് കണക്ട് ചെയ്യാൻ വേണ്ടി. ചില ശാരീരിക അസ്വസ്ഥതകൾ കാരണം ഈ വ്ളോഗ് വൻ ശോകമാണ്. പക്ഷേ എടുത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തായാലും എഡിറ്റ് ചെയ്തിടും. കണ്ട് സഹകരിക്കുക. ഇനി ഹലോ ഗൈസ്,
നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് മുംബൈയിൽ വന്നിറങ്ങി. എന്നിട്ട് ഇതാ ഇവിടെ ഇരിക്കുന്നു. ഇനി അടുത്ത് 5:20 ഇവിടെ നിന്ന് ഫ്ലൈറ്റ്. 5:40. വല്യമ്മ കരയണ കുഞ്ഞു കിളികൾ നിന്നോമൽ